വ്യൂവേഴ്സ്, വെൽക്കം ടു ഏഗൾ ലേണിംഗ്. എൻ്റെ എല്ലാ മക്കൾക്കും ഏഗളിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ മക്കളെ, നിങ്ങൾ എല്ലാവരും ഓണപരീക്ഷേൻ്റെ പഠനങ്ങളിലായിരിക്കും. അപ്പോൾ ഇനി വരാൻ പോകുന്ന എക്സാം നമ്മുടെ മലയാള സെക്കൻഡ് ആണ്. മലയാളം ഫസ്റ്റ് നമ്മൾ എങ്ങനെ അടിച്ചു പൊളിച്ച് പഠിച്ച് എഴുതിയോ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും ഓണം അല്ലെ ഈ ഒരു ഓണപരീക്ഷയ്ക്ക് മലയാള സെക്കൻഡിലും ഉണ്ടായിരിക്കുക. അപ്പോൾ ആദ്യ യൂണിറ്റിൽ നിന്ന് തന്നെ ആയിരിക്കും നമുക്ക് എസ്സേ വരിക. 3 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അതിൽ 2 എണ്ണമായിരിക്കും നിങ്ങളോട് എഴുതാൻ പറയുന്നത്. അതിൽ വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ വരുമെന്ന് ഉറപ്പുള്ള കുറച്ച് ചോദ്യങ്ങളാണ് മിസ് പറയുന്നത്. അത് എങ്ങനെയൊക്കെയാണ് വരിക, എങ്ങനെ എഴുതണം എന്നുള്ളതാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾ റെഡി അല്ലേ? റെഡി ആണെങ്കിൽ വേഗം ചെന്ന് ആ വീഡിയോ ലൈക്ക് ചെയ്ത് അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. കാരണം എന്താണ്, നിങ്ങൾക്ക് ഇനിയും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾക്ക് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ കൂടെ ഇനേബിൾ ചെയ്യണം. അപ്പം നമുക്ക് ഇതുവരെ വന്നിട്ടുള്ള ചോദ്യങ്ങൾ എത്തരത്തിലായിരുന്നു, നമ്മൾ എങ്ങനെയാണ് ഈ ഒരു എസ്സേക്ക് വേണ്ടി പഠിക്കേണ്ടത് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പം നിങ്ങൾ നോക്കിയേ, 6 മാർക്കിന്റെ ചോദ്യമാണ്. 6 മാർക്കിന്റെ ചോദ്യത്തിൽ നിങ്ങൾ എന്തായാലും ഈ ഒരു ഭാഗം മൊത്തം എഴുതിക്കൊള്ളണം. ഈ ഒരു ഭാഗം മൊത്തം എഴുതിക്കൊള്ളണം. അതായത് ഒരു പേജിന്റെ അല്ലെ ഒരു എന്താ പറയുക അരപ്പുറം എന്ന് പറയുന്ന ഈ ഒരു ഭാഗവും, അതുപോലെ തന്നെ നിങ്ങൾക്കൊന്ന് എന്താ പറയുക അത്രയ്ക്കും നല്ല രീതിക്ക് എഴുതാൻ പറ്റുന്നവരാണ്, സ്പീഡ് ഉള്ളവരാണെങ്കിൽ ഈ ഭാഗത്ത് കൂടെ കുറച്ച് എഴുതുന്നത് കൊണ്ട്, ഈ ഭാഗത്ത് ഒരു പകുതി അല്ലെങ്കിൽ കുറച്ചൊരു 1/4 ഭാഗം എഴുതുന്നത് കൊണ്ട് തെറ്റില്ല. ഓക്കെ, അപ്പൊ അത്രയും നിങ്ങൾ എന്തായാലും മിനിമം എന്താണ് അരപ്പുറമെങ്കിലും എഴുതാൻ ശ്രമിച്ചോളണം. ഇനി ഏതൊക്കെ രീതിയിലാണ് ചോദ്യം വരിക എന്നൊന്ന് നമുക്ക് നോക്കാം. എന്തായാലും ആദ്യത്തെ യൂണിറ്റിലെ 3 പാഠങ്ങളിൽ നിന്നും ചോദ്യം പ്രതീക്ഷിക്കണം. അതുകൊണ്ട് എല്ലാ പാഠങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ട് നിങ്ങൾ എസ്സേക്ക് തയ്യാറായിക്കൊള്ളണം. അപ്പൊ ആദ്യം ഒരു ചോദ്യം നോക്കിയേ. ഒരാളെ വിശ്വസിക്കുന്നതിന് മുൻപ് അവന്റെ ചുറ്റുപാടുകൾ ശരിയായി മനസ്സിലാക്കിയിരിക്കണം. ഈ ലോകത്തുള്ള സുഖങ്ങളും സൗഭാഗ്യങ്ങളും ആവോളം ആസ്വദിച്ചോളൂ. അപ്പോഴും കൈവശമുള്ള കരണ്ടിയും അതിലെ 2 തുള്ളി എണ്ണയും മനസ്സിലുണ്ടായിരിക്കണം. അതുതന്നെയാണ് സന്തോഷത്തിന്റെ രഹസ്യം. ഈ 2 സൂചനകളും നൽകുന്ന പാഠം ഏതാണ്? എണ്ണ നിറച്ച കരണ്ടിയാണ്. ചോദ്യം ഇതാണ്: എക്കാലത്തും പ്രസക്തമായ ജീവിത പാഠങ്ങളാണ് ജ്ഞാനി ഇടയബാലന് പകർന്നു നൽകുന്നത്. നൽകിയ സന്ദർഭങ്ങളും പാഠഭാഗവും വിശകലനം ചെയ്ത് ജ്ഞാനി പകരുന്ന ജീവിത പാഠങ്ങൾ എന്ന വിഷയത്തിൽ, കാരണം വിഷയത്തിന്റെ തലക്കെട്ട് നമുക്ക് തന്നിട്ടുണ്ട്. ഈ തലക്കെട്ട് വേണമെങ്കിൽ തന്നെ നിങ്ങൾക്ക് ലഘു ഉപന്യാസത്തിന്റെ തലക്കെട്ടായി എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നല്ലൊരു തലക്കെട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കാം. അപ്പൊ ആദ്യം ചിന്തിക്കേണ്ടത് നിങ്ങൾ എന്താണ്, ഉപന്യാസത്തിന് എന്ത് വേണം? ഉപന്യാസത്തിന് നമ്മൾ തലക്കെട്ട് നിർബന്ധമാണ്. അപ്പൊ തലക്കെട്ട് കൊടുത്തോളണം. ആദ്യം തന്നെ തലക്കെട്ട് കൊടുത്തോളണം, അത് മറന്നു പോരുത്. 1 മാർക്കാണ് നമുക്ക് ഉപന്യാസത്തിന് എന്താണ് തലക്കെട്ട് എഴുതിയാൽ കിട്ടുന്നത്. അതിനുശേഷം എഴുതേണ്ടത് ആമുഖമാണ്. എന്താണ് ആമുഖം? ഇവിടെ തന്നിട്ടുള്ള വിഷയം എന്താണ് എന്ന് ആലോചിക്കണം. പാഠത്തിന്റെ ആമുഖമല്ല നമ്മൾ 6 മാർക്കിന് എഴുതേണ്ടത്. വിഷയം എന്താണ് എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക. വിഷയം എന്താണ് എന്താണ്? എക്കാലത്തും പ്രസക്തമായ ജീവിത പാഠമാണ് ജ്ഞാനി ഇടയബാലന് പകർന്നു നൽകുന്നത്. എന്താണ് ജീവിതത്തിന്റെ മൂല്യങ്ങൾ, എന്താണ് ജീവിതത്തിന്റെ അർത്ഥം എന്നുള്ളതിനൊക്കെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ എഴുതിയിട്ട് അല്ല. നിങ്ങൾക്ക് പെട്ടെന്ന് അങ്ങനെ എഴുതാൻ പറ്റുന്നില്ലെങ്കിൽ നേരെ എന്ത് ചെയ്യാം, പാഠഭാഗത്തിന് നമ്മൾ പഠിക്കുന്ന ആ ഒരു ഇൻട്രൊഡക്ഷൻ എഴുതിയാലും മതി. അതിനുശേഷം എന്തൊക്കെയാണ് ഈ ഒരു ജ്ഞാനിയെ ജ്ഞാനികളിൽ ജ്ഞാനി എന്ന് വിളിക്കാൻ, അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, കൊട്ടേഷനിലിട്ട് എഴുതിക്കൊള്ളണം. അങ്ങനെ നിങ്ങൾ ആമുഖവും അതുപോലെ തന്നെ പാരഗ്രാഫും തിരിച്ച്, അതിനാണ് ഗണ്ണിക എന്ന് പറയുന്നത്. അപ്പൊ പാരഗ്രാഫും തിരിച്ചെഴുതി അവസാനം ഉപസംഹാരത്തിലേക്ക് എത്തും. മിനിമം നിങ്ങളുടെ 6 മാർക്കിന്റെ ഉത്തരത്തിന് 3 പാരഗ്രാഫ് ഉണ്ടായിരിക്കണം. ഉപസംഹാരത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ അവിടെ നമ്മൾ എന്ത് എഴുതേണ്ടത്, ഈ തന്നിരിക്കുന്ന ചോദ്യം ഒന്ന് ക്രോഡീകരിച്ച്, നമ്മൾ എഴുതിയിട്ടുള്ള കാര്യങ്ങളൊന്ന്, ഉപന്യാസമാണ്, അതൊന്ന് ക്രോഡീകരിച്ച് നിങ്ങളുടെ നിഗമനം കൂടെ നിങ്ങൾ അവിടെ ഉൾപ്പെടുത്തണം, രേഖപ്പെടുത്തണം. നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള എന്താ പറയുക നിരീക്ഷണം കൂടെ, ഈ ജ്ഞാനി പകരുന്ന ജീവിത പാഠങ്ങൾ ശരിയായിട്ടാണോ, അത് ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ എന്താണ് ഉൾക്കൊള്ളേണ്ടതുണ്ടോ, നമ്മൾ എന്താണ് ഒരാളെ വിശ്വസിച്ച് നമ്മൾ ഒരു കാര്യം പറയുകയാണെങ്കിലോ ചെയ്യുകയാണെങ്കിലോ നമ്മൾ അവരുടെ ചുറ്റുപാടുകൾ, അവരുടെ പരിസരം, അവരുടെ സ്വഭാവം ഇതൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കാം? ഇന്നത്തെ സമൂഹത്തിൽ നടക്കുന്ന കൊള്ളരുതായ്കൾ എന്തൊക്കെയാണ്? ഏത് ചതിക്കുഴിയിലും എന്താണ് നമ്മളെ വീഴ്ത്താൻ നോക്കി നിൽക്കുന്ന എന്താണ് കുശാഗ്ര ബുദ്ധിക്കാരായിട്ടുള്ള ആളുകളാണ് ചുറ്റുമുള്ളത്. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് വേണം നിങ്ങൾ അവസാനിക്കാൻ. അതുകൊണ്ട് തന്നെ എന്താണ് ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ എന്താണ് ഒരാളെ മനസ്സിലാക്കുന്നതിന് മുന്നേ അവരുടെ പരിസരം അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ എന്താണ്
നമ്മൾ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ ബന്ധങ്ങളും അതുപോലെ എന്താണ് നമ്മുടെ കൂടെ വന്നവരെയും ഒക്കെ എന്താണ് നമ്മൾ മറന്നു പോകാതെ അത് ജീവിതത്തിൻ്റെ മൂല്യമായി കണ്ടുകൊണ്ട് മുറുകെ പിടിച്ചുകൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ ഇവിടെ നോക്കിയേ, മനസ്സിൽ എപ്പോഴും നന്മ സൂക്ഷിക്കുക, വർത്തമാനകാലത്ത് ഏറെ പ്രസക്തമായിട്ടുള്ള ഒരു കഥാ സന്ദേശമാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് വേണം എഴുതാൻ. ഏത് ലോകത്ത് ജീവിച്ചാലും മണ്ണിനെയും ആകാശത്തെയും ഓർമ്മ വേണം. നമ്മൾ ജീവിക്കുന്നത് അല്ലെങ്കിൽ ജനിച്ചത് മണ്ണിലാണെന്നും നമ്മൾ ഈ ആകാശത്തോളം ഉയരത്തിൽ എന്താണ് പടർന്ന് പന്തലിക്കുകയാണെങ്കിലും നമ്മുടെ വേരുകൾ മണ്ണിലാണെന്ന് നമ്മൾ ഓർത്തുകൊണ്ട് വേണം ജീവിക്കാൻ. നമ്മുടെ കൂടെയുള്ളവരെയും നമ്മളെ സഹായിച്ചവരെയും നാം എന്താണ് ഒരിക്കലും മറന്നു പോകരുത്. ചുറ്റുവട്ടത്തെ കരുതലോടെ പരിചരിക്കാനുള്ള ഒരു ആഹ്വാനം കൂടെയാണ് ഇത് നൽകുന്നത്. ഈ രീതിക്ക് എന്ത് ചെയ്യണം, ആമുഖമൊക്കെ കൊടുത്ത് ഗണ്ണികയാക്കി തിരിച്ച് എന്തായാലും ഈ ഒരു പാഠഭാഗത്ത് നിന്ന് ജ്ഞാനിയുടെ സന്ദേശത്തെക്കുറിച്ചും ജ്ഞാനിയെക്കുറിച്ചുമായിരിക്കും നമുക്ക് 6 മാർക്കിന് എസ്സേ വരിക. ഓക്കെ, കേട്ടല്ലോ. അപ്പോൾ അതൊന്ന് പഠിച്ചോളണം. ഇനി അടുത്തത് നമുക്ക് ചോദ്യം വരാൻ സാധ്യതയുള്ളത് ഏത് പാഠാ? അതെ, നമ്മുടെ ആ വാഴവെട്ടിലെ കഥാപാത്ര നിരൂപണം, മർക്കോസ് ചേട്ടന്റെ കഥാപാത്ര നിരൂപണമാണ് സ്വതവേ 2017 മുതൽ ഇങ്ങോട്ട് ചോദിക്കാറ്. ഒന്നെങ്കിൽ മർക്കോസ് ചേട്ടന്റെ കഥാപാത്ര നിരൂപണം, അല്ലെങ്കിൽ എന്താണ് കഥയ്ക്കൊരു കഥാനിരൂപണം, ഈ രീതിക്കാണ് ചോദിക്കാറ്. അല്ലെങ്കിൽ കർഷകരുടെ അവസ്ഥയെക്കുറിച്ച് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് കർഷകരെ കുറിച്ചോ അല്ലെങ്കിൽ കാർഷിക രംഗത്തെക്കുറിച്ചോ ഒരു ആമുഖം പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. ഇവിടെ തന്നിട്ടുള്ള ചോദ്യം ഒന്ന് നമുക്ക് നോക്കാം. എന്താണ്? മർക്കോസ് ചേട്ടന്റെ കഥാപാത്ര നിരൂപണമാണ് ഇവിടെ നിങ്ങളോട് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ തയ്യാറാക്കാൻ കഥാപാത്ര നിരൂപണമാണ് തന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് വേണം? ആമുഖം വേണം അല്ലെ. ആമുഖം എന്നതുകൊണ്ട് മിസ് എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് പാഠം എഴുതിയത് ആരാണ്, അതുപോലെ തന്നെ അല്ലെ എന്താണ് കഥയുടെ പേരെന്താണ്, എഴുതിയത് ആരാണ്, കഥയുടെ പേരെന്താണ്, എന്നിട്ട് ഇതിലെ കേന്ദ്ര കഥാപാത്രമാണ് ഇന്ന വ്യക്തി എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ മുഖ്യ കഥാപാത്രമാണ്, അല്ലെങ്കിൽ എന്താണ് ആ വാഴവെട്ടിലെ പ്രധാന കഥാപാത്രമാണ് മർക്കോസ് ചേട്ടൻ എന്നൊരു സെന്റൻസ് എഴുതിയിട്ട് അതിനുശേഷമായിരിക്കണം അദ്ദേഹത്തെ കുറിച്ച് വിശദീകരിക്കാൻ. അദ്ദേഹത്തിന്റെ സംഭാഷണങ്ങൾ, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വ്യക്തിത്വം വെളിവാകുന്ന സന്ദർഭങ്ങൾ, പിന്നെന്താണ് സന്ദർഭം, അതുപോലെ മറ്റുള്ളവരോടുള്ള അദ്ദേഹത്തിന്റെ പെരുമാറ്റം, വാഴകളോടുള്ള പെരുമാറ്റം, ഇതൊക്കെ ആയിരിക്കണം നിങ്ങൾ അദ്ദേഹത്തിനെ കുറിച്ച്. അദ്ദേഹത്തിന്റെ രൂപം ആദ്യ ഭാഗത്ത് പറയുന്നുണ്ട് അല്ലെ എന്താണ് അർദ്ധനഗ്നനായിട്ടുള്ള, ശരീരം ചുക്കിച്ചുളിഞ്ഞ് അല്ലെ പട്ടിണി കൊണ്ട് എന്താണ് ശരീരം ചുക്കിച്ചുളിഞ്ഞിരുന്നു, കണ്ണുകൾ കുഴിഞ്ഞിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ രൂപം, അതുപോലെ തന്നെ അത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പട്ടിണി കൊണ്ടും അതുപോലെ തന്നെ മണ്ണിനോടും കൃഷിയോടുമുള്ള ആത്മബന്ധത്തെ കൂടിയാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ എന്താണ് ചേന ഏത് മാസത്തിൽ നടണമെന്നറിയാം. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിന് എന്താണ് മാമ്പൂക്കൾ അല്ലെ എന്താണ് നിലാവിന്റെ വെളിച്ചത്തിൽ വന്നാൽ അത് എന്താണ് പൂക്കൾ എന്താണ് വിടർന്നു കഴിഞ്ഞാൽ അത് മാങ്ങകളായിട്ട് കായ്ക്കനികളായിട്ട് പോവില്ല. അങ്ങനെയുള്ള ഒരുപാട് എന്താ പറയുക കൃഷിയെക്കുറിച്ച് അറിവുള്ള അനുഭവജ്ഞാനമുള്ള ഒരു വ്യക്തിയാണ് മർക്കോസ് ചേട്ടൻ. ഇങ്ങനത്തെ ഉദാഹരണങ്ങളും പഴഞ്ചൊല്ലുകളും ഒക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ 6 മാർക്കിന്റെ ഈ ഒരു ഉത്തരം എഴുതാൻ വേണ്ടിയിട്ട്. കേട്ടല്ലോ. അതെങ്ങനെ എഴുതാം, എന്തൊക്കെ പോയിന്റ്സ് വേണമെന്ന് നോക്കാം. അന്ന് എന്താണ് അല്ലെ ആകർഷകമായ ഒരു ശീർഷകം വേണം. പിന്നെ കഥാപാത്രത്തിന്റെ സവിശേഷതകൾ വേണം. മണ്ണിനെയും കൃഷിയെയും അത്യധികം എന്താണ് അത്യധികം സ്നേഹിച്ച കർഷകനാണ് അദ്ദേഹം എന്ന് പറയണം. ഉദ്യോഗസ്ഥരുടെ സമീപനങ്ങളോടുള്ള ശക്തമായ എതിർപ്പ് പറയണം. അതുപോലെ തന്നെ പറയാനുള്ളത് മുഖത്ത് നോക്കി പറയാനുള്ള ചങ്കൂറ്റമുണ്ട്. ഒരു കാലഘട്ടത്തിലെ കർഷകരുടെ അവസ്ഥ ചിത്രീകരിക്കാൻ പര്യാപ്തമായിട്ടുള്ള കഥാപാത്രമാണ് ആര്? നമ്മുടെ കഥാപാത്രം. അതാ 16ന്റെ ഉത്തരം ഇതാണ്. 16ന്റെ ഉത്തരം ഇതാണ്. നിങ്ങളൊന്ന് നോക്കിക്കൊള്ളണേ. 16ന്റെ ഉത്തരം ഇതാ മിസ് ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ വായിച്ചത് 15ആണ്. 16ാമത്തെ എന്താണ്? ജ്ഞാനി പകരുന്ന ജീവിത പാഠങ്ങൾ, അതുപോലെ തന്നെ എല്ലാ കാലത്തേക്കും പര്യാപ്തമായ ജീവിത പാഠമാണ്. ഇത് തന്നെ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. മതിമറന്ന് ആസ്വദിക്കലല്ല, മറിച്ചിട്ടില്ല തിരിച്ചറിവോടുകൂടി എന്താണ് നമ്മൾ ജീവിക്കുമ്പോഴാണ് ജീവിതം നല്ല രീതിക്ക് അല്ലെങ്കിൽ എന്താണ് സന്തോഷപൂർണ്ണമായിട്ട് ജീവിക്കാൻ പറ്റുന്നത്. ഇങ്ങനെ വേണം. ഉത്തരവാദിത്ത ബോധം എന്താണ് നമ്മൾ എപ്പോഴും നിലനിർത്തണം. നമ്മൾ ഒരാളെയും എന്താണ് കണ്ണടച്ച് വിശ്വസിക്കരുത്. എപ്പോഴും ഒരു ജാഗരൂകരായിട്ട് ചുറ്റും തുറന്നു പിടിച്ച കണ്ണുകളോടുകൂടി വേണം ജീവിക്കാൻ. കാരണം അത്തരം ഒരു എന്താണ് സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേണം ആ ജ്ഞാനിയുടെ പാഠത്തെ നിങ്ങൾ വിശദീകരിക്കാൻ. മറന്നു പോകരുതേ. മിസ് ഇവിടെ ക്വസ്റ്റ്യന്റെ എന്താ പറയുക നമ്പർ ഇട്ടിട്ടുണ്ട്, ആൻസറിന്റെ നമ്പർ ഇട്ടിട്ടുണ്ട്. അതൊന്ന് ചെക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട്. ഇനി 18ാമത്തെ ചോദ്യം ഒന്ന് നോക്കിയേ. 18ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ പുതുവർഷം എന്ന പാഠഭാഗത്ത് നിന്നാണ് എസ്സേ വരുന്നത്. അപ്പൊ അതൊന്ന് നിങ്ങൾ നോക്കുക.
എന്താ ചോദ്യം? ഒന്ന് നമുക്ക് ഓണവും പൂവും മറന്ന മലയാളം, ഇതെന്തായാലും ചോദിക്കും. എങ്ങനെയാണ് നമ്മുടെ നാട് ഓണത്തെ മറന്നത്, ഓണക്കാലത്തെ മറന്നത്, പണ്ടത്തെ ഓണവും ഇന്നത്തെ ഓണവും തമ്മിലുള്ള ബന്ധം, പിന്നെ അതുപോലെ തന്നെ കവയത്രിയുടെ അമ്മയെ കുറിച്ച് ചോദിക്കാം. ഈ രീതിക്കാണ് പ്രത്യാശ, പ്രതീക്ഷ അല്ലെ ജീവിതത്തിൽ വെച്ച് പുലർത്തുന്നത് കൊണ്ട് നമുക്കുണ്ടാകുന്ന സന്തോഷം അല്ലെങ്കിൽ ജീവിതത്തിൽ നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ടോ, ഈ രീതിക്ക് ആയിരിക്കും ഈ ഒരു പാഠഭാഗത്ത് നിന്ന് ചോദ്യം വരാം. ഒന്ന് അമ്മയെക്കുറിച്ച്, അമ്മയുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ വരാം. പിന്നെ പ്രതീക്ഷ, പ്രത്യാശ വെച്ചിട്ട് ഒരു ചോദ്യം വരാം. അതുപോലെ തന്നെ നമുക്ക് വരാവുന്ന ഒരു ചോദ്യമാണ് നമ്മുടെ കേരള സംസ്കാരത്തെ മറന്ന അല്ലെങ്കിൽ ഓണത്തെ മറന്ന മലയാളിയെ കുറിച്ച് എന്താണ് ഒരു ഉപന്യാസമോ പ്രഭാഷണമോ ഈ ഒരു പാഠഭാഗത്ത് നിന്ന് വരാം. അപ്പൊ ഇവിടെ തന്നിട്ടുള്ളത് ഓണവും പൂവും മറന്ന മലയാള നാടിനു ഗിന്ന. ഗിന്ന എന്ന് വെച്ചാൽ ദുഃഖം ഞാൻ നോക്കി നിൽപ്പു എന്നാണ്. ഇത്തിരി മണ്ണില്ലാതെ എത്ര പേർ കൂടുപോൽ, കൊച്ചു വീട് എത്ര പൂവെങ്ങു പിന്നെ, അല്ലെ. അതായത് നമ്മുടെ ഇന്നത്തെ നാട്ടിൽ എന്താണ് എല്ലാം ഫ്ലാറ്റ് സംസ്കാരം കീഴടക്കി, എല്ലാം നമ്മളെല്ലാവരും ജീവിക്കുന്നത് എന്താണ് ഒരു യാന്ത്രിക ലോകത്താണ്. അവിടെ പൂവില്ല, നമ്മുടെ കേരളത്തിന്റെ സംസ്കാരം നമ്മൾ മറന്നു. അങ്ങനെയുള്ള നമ്മുടെ മലയാള നാടിനും ആഘോഷങ്ങൾക്കും വന്ന മാറ്റങ്ങളാണ് കവിയെ സങ്കടപ്പെടുത്തുന്നത്. ഈ കവിത നിങ്ങളുടെ മനസ്സിൽ ഉണർത്തിയ വികാര വിചാരങ്ങൾ സുഹൃത്തിനെ അറിയിക്കുന്നതിന് ഒരു കത്ത് തയ്യാറാക്കാനാണ് പറഞ്ഞത്. അപ്പൊ കത്ത് തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം അല്ലെ? ആദ്യം നിങ്ങൾക്ക് അല്ലെ പ്രിയപ്പെട്ടവരെ, അല്ലെ പ്രിയപ്പെട്ട ആരാണോ അവർക്ക് എഴുതാം. ഇനി അതല്ല നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു ഫോർമൽ ലെറ്റർ ഒക്കെ ആണെങ്കിൽ അവിടെ എന്ത് വേണം അല്ലെ? പ്രേക്ഷകൻ അല്ലെ, പ്രേക്ഷകൻ വേണം. അതുപോലെ തന്നെ സ്വീകർത്താവ് വേണം, സ്വീകർത്താവ് വേണം. ആരാണ് പ്രേക്ഷകൻ? പ്രേക്ഷകൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കത്തയക്കുന്ന നിങ്ങളെ അഡ്രസ്സാണ് ഇവിടെ വേണ്ടത്. സ്വീകർത്താവ് എന്ന് വെച്ചാൽ ആരാണോ സ്വീകരിക്കുന്നത്, നിങ്ങൾ ഏത് ഫ്രണ്ടിനാണോ അയക്കുന്നത് അവരുടെ അഡ്രസ്സ്, എന്നിട്ട് പ്രിയപ്പെട്ട ആ വ്യക്തിയുടെ പേര്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം അല്ലെ? ഈ ഓണത്തെ കേരളത്തെ കുറിച്ച് നിങ്ങൾക്ക് സുഖമാണോ എന്നൊക്കെ എന്താ ഒരു ഫ്രണ്ട്ലി ലെറ്റർ അല്ലേ പറയുന്നത്, സുഹൃത്തിനാണ് അയക്കുന്നത്, അപ്പോൾ ഫ്രണ്ട്ലി ആണ്, നിങ്ങൾക്ക് സുഖമാണെന്ന് വിചാരിക്കുന്നു എന്നുള്ള സെന്റൻസുകളോട് കൂടി നിങ്ങൾക്ക് തുടങ്ങാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം അല്ലെ? നിനക്ക് സുഖമാണോ, എനിക്ക് നിനക്ക് സുഖമാണെന്ന് വിചാരിക്കുന്നു. എന്താണ് കേരളത്തെ ഇന്ന് നമ്മുടെ ഓണാഘോഷവും അല്ലെ, ഓണാഘോഷം വരാൻ പോവുകയാണ് അല്ലെ. പണ്ട് എങ്ങനെയായിരുന്നു നമ്മുടെ ഓണം? പുതുവർഷം എന്ന വിജയലക്ഷ്മിയുടെ കവിത നീ പഠിച്ചില്ലേ അല്ലെങ്കിൽ വായിച്ചില്ലേ? അതിൽ ഓണത്തെക്കുറിച്ച് പറയുന്നത് എന്താ പറയുക, എത്രത്തോളം മനോഹരമായ ഒരു ഓണക്കാലത്തെ കുറിച്ചാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞു. വിജയലക്ഷ്മിയുടെ കവിതയെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് വിശദീകരിക്കാം. അതിനുശേഷം ഇന്നത്തെ നമ്മുടെ ഓണത്തിന്റെ അവസ്ഥ എങ്ങനെയാണ് എന്ന് പറഞ്ഞതുകൊണ്ട് അല്ലെ, നമുക്ക് എന്താണ് വെറും പപ്പടം തിന്നുകൊണ്ട് അല്ലെ ഓണത്തെ പറഞ്ഞയക്കുന്ന ഒരു കേരള സമൂഹത്തെയാണ് നമുക്ക് ഇന്ന് കാണുന്നത്. പണ്ടൊക്കെ എന്താണ് 10 ദിവസം എന്താണ് ഓണാഘോഷം നമ്മൾ ആഘോഷിച്ചിരുന്നു. കുടുംബാംഗങ്ങളെല്ലാം ഒത്തുചേരുന്ന ഒരു ഒത്തുചേരൽ കൂടെയായിരുന്നു ഈ ഓണം എന്ന് പറയുന്നത്. ഇന്ന് എല്ലാവരും എന്താണ് ഫ്ലാറ്റുകളിൽ ടി വിയിൽ നിന്ന് പ്രോഗ്രാമുകൾ കണ്ട് സ്വിഗ്ഗിയിലും സൊമാറ്റോകളിലും എന്താണ് ഓണസദ്യ ഓർഡർ ചെയ്തുകൊണ്ട് അല്ലെ ഓണത്തെ പറഞ്ഞയക്കാൻ ധൃതിപ്പെടുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എഴുതാവുന്നതാണ് അല്ലെ. ഓണവും പൂവും മറന്ന മലയാളി, വീടും പറമ്പും ഇല്ലാത്തവർ, മലയാള നാടിനും ആഘോഷങ്ങൾക്കും വന്ന മാറ്റം, ഡിജിറ്റൽ യുഗം സമ്മാനിച്ച പുതിയ ആഘോഷത്തിന്റെ നിറം കെടുത്തൽ, അകക്കാമ്പ് നഷ്ടപ്പെടുന്ന ഓണാഘോഷങ്ങൾ അല്ലെ. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വേണം നിങ്ങൾ എന്തായാലും ഇത് കത്തായിട്ടോ ഇനി അഥവാ പ്രഭാഷണമായിട്ടോ നിങ്ങളോട് ചോദിക്കും. പ്രഭാഷണം, ഇപ്പൊ ഉപന്യാസം നമ്മൾ പഠിച്ചല്ലോ, പ്രഭാഷണമായിട്ടാണ് നിങ്ങളോട് ചോദിക്കുന്നതെങ്കിൽ പ്രഭാഷണം നമ്മൾ എങ്ങനെ എഴുതാം? പ്രഭാഷണം ഓർ പ്രസംഗം എന്ന് പറയുന്നത് നമ്മൾ പറയുന്നതാണ്. അപ്പൊ നമുക്ക് അവിടെ വേണ്ടത് എന്താണ്? മാന്യരെ അല്ലെ, മാന്യരെ, ബഹുമാനപ്പെട്ടവരെ, ഇങ്ങനെയാണ് നമ്മൾ സംബോധന ചെയ്യുക അല്ലെ. നമ്മൾ പറയാണ്, നമ്മൾ സംബോധന ചെയ്യാണ്. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഈ വിഷയത്തെക്കുറിച്ചാണ് അല്ലെ, ഈ ഒരു വിഷയമാണ്, എന്താണോ ഇപ്പൊ തന്നത്, ഓണവും പൂവും മറന്ന മലയാള നാടിന്റെ ദുഃഖത്തെ കുറിച്ചാണ് നിങ്ങളോട് എഴുതാൻ പറഞ്ഞതെങ്കിൽ അല്ലെ, നമ്മുടെ കേരള സംസ്കാരത്തെക്കുറിച്ചും ഓണത്തെക്കുറിച്ചൊക്കെ ഒരു ആമുഖം പറഞ്ഞുകൊണ്ട് വിജയലക്ഷ്മിയുടെ കവിതയുടെ ആശയം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കേരളത്തിന് വന്നിട്ടുള്ള മാറ്റം, ഓണത്തിന് വന്നിട്ടുള്ള മാറ്റം, നമ്മൾ ഈ ആഘോഷങ്ങളൊക്കെ ആഘോഷിക്കേണ്ടതിൻ്റെയും നമ്മുടെ കേരള സംസ്കാരത്തിൻ്റെ ആ ഒരു പൈതൃകം കാത്തു സൂക്ഷിക്കേണ്ടതിൻ്റെയും ആ ഒരു എന്താ പറയുക പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അവസാനിപ്പിക്കാം. പ്രഭാഷണത്തിലും എന്ത് വേണം? ആമുഖം വേണം. അഭിസംബോധന എഴുതി കഴിഞ്ഞാൽ ആമുഖം വേണം. ഇപ്പം മിസ് പറഞ്ഞില്ലേ ആമുഖം, അതേപോലെ ആമുഖം നിങ്ങൾ കൊടുക്കുക, പിന്നെ പാരഗ്രാഫ് തിരിച്ച് അതൊന്ന് വിശദീകരിക്കുക, അവസാനം ഉപസംഹാരം. ഉപസംഹാരം ഇത് പ്രഭാഷണമാണ് പ്രസംഗമാണെന്ന് ആലോചിക്കണം. നമ്മൾ പറയാണ്, അപ്പം നിങ്ങൾക്ക് ചോദ്യചിഹ്നമൊക്കെ കൊടുത്ത് അങ്ങനെയല്ലേ അല്ലെ, ഇങ്ങനെ നമ്മൾ ചെയ്തിരുന്നെങ്കിൽ നമുക്ക് എന്താണ് ഭാവിയിൽ ഇങ്ങനെയൊക്കെ മാറ്റങ്ങൾ തരാം. അപ്പം നിങ്ങളുടെ കണ്ടെത്തലുകൾ, നിങ്ങളുടെ നിരീക്ഷണങ്ങൾ, നിഗമനങ്ങൾ ഇതൊക്കെ കൂട്ടിച്ചേർത്തിട്ടായിരിക്കണം ഉപസംഹാരം നിങ്ങൾ തയ്യാറാക്കേണ്ടത്. ഇങ്ങനെയാണ് പ്രഭാഷണം തയ്യാറാക്കുക.
ഇനി മുഖപ്രസംഗം നമുക്ക് എങ്ങനെ തയ്യാറാക്കാം? നേരത്തെ ഉപന്യാസം പറഞ്ഞതുപോലെ തന്നെ മുഖപ്രസംഗത്തിലും എന്ത് വേണം? തലക്കെട്ട് വേണം. തലക്കെട്ട് നിർബന്ധമാണ്. അതിനുശേഷം ഉപന്യാസത്തിലേതുപോലെ നമുക്ക് സാഹിത്യ ഭാഷ ഇവിടെ വേണ്ട. ഇത് പത്രത്തിൽ വരുന്ന വാർത്തയാണ് എന്ന് ആലോചിക്കണം. അവ കൃത്യമായിട്ട് വസ്തുതകളൊക്കെ നമ്മൾ ചിട്ടപ്പെടുത്തി എഴുതണം. 2018 അല്ലെങ്കിൽ 1900 2000 മുന്നേയുള്ള കാലഘട്ടം ഇങ്ങനെ ആയിരുന്നു, 2000 ശേഷം ഇങ്ങനെയൊക്കെ മാറ്റങ്ങൾ വന്നു, അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ് നമ്മൾ പൂക്കൾ വരുത്തുന്നത്, പിന്നെയും പ്ലാസ്റ്റിക് പൂക്കൾ വെച്ച് വരെ ഓണത്തിന് ഓണപ്പൂക്കളം ഇറക്കുന്നവർ അല്ലെങ്കിൽ ഓണപ്പൂക്കളം തീർക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു. പിന്നെ അതുപോലെ തന്നെ സദ്യ ആണെങ്കിലും വിഷാംശമുള്ള പച്ചക്കറികൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ സദ്യ തയ്യാറാക്കുന്നത്. പക്ഷെ പണ്ട് എങ്ങനെയാണ്? സ്വന്തം തോട്ടത്തിൽ അല്ലെങ്കിൽ വളപ്പിൽ ഉണ്ടാക്കിയ പച്ചക്കറികൾ കൊണ്ടായിരുന്നു സദ്യ ഉണ്ടാക്കിയിരുന്നത്. അതുപോലെ തന്നെ പറമ്പിലും തൊടികളിലും ഒക്കെയുള്ള പൂക്കളായിരുന്നു പൂക്കളം തീർക്കാൻ വേണ്ടി അവർ ഉപയോഗിച്ചിരുന്നത്. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് കൃത്യമായിട്ട് പണ്ടത്തേതും ഇന്നത്തേതും തമ്മിലുള്ള വ്യത്യാസവും ഇനി നമുക്ക് ഇതിൽ എന്ത് മാറ്റം കൊണ്ടുവരാം, അല്ലെ നമ്മുടെ ഓണത്തിനെ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ ഓരോ ആണ്ടറുതികളെയും സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മുഖപ്രസംഗം തയ്യാറാക്കാം. അവിടെ സാഹിത്യ ഭാഷ വേണ്ട. മറ്റ് കൃതികളുമായിട്ടോ അല്ലെങ്കിൽ നമ്മൾ കുറേ പൊലിപ്പിച്ചൊക്കെ എഴുതൂലേ, അങ്ങനത്തെ ഒരു സാധനം മുഖപ്രസംഗത്തിൽ വേണ്ട. കൃത്യമായിട്ട് എഴുതിയാൽ മതി. ആമുഖം കൊടുക്കണം, ആമുഖം വേണം, അതുപോലെ തന്നെ ഗണ്ണികയാക്കി തിരിക്കണം, പിന്നെന്താണ്? ഉപസംഹാരം വേണം. ഓക്കെ, ഇത്രയായിരിക്കണം മുഖപ്രസംഗത്തിന് ഉണ്ടായിരിക്കേണ്ടത്. അപ്പോൾ 6 മാർക്കിൻ്റെ ചോദ്യം എന്തായാലും 3 പാഠങ്ങളിൽ നിന്നും വരും. അവ കൃത്യമായിട്ട് ഓരോ പാഠഭാഗത്തിൻ്റെയും പഠിക്കേണ്ട ഇത്തരത്തിലുള്ള ആമുഖങ്ങൾ പഠിച്ചു വെച്ചോളണം. കേരള സംസ്കാരത്തെക്കുറിച്ചും അതുപോലെ തന്നെ കൃഷിയെക്കുറിച്ചും പിന്നെ നമ്മുടെ ജീവിത പാഠങ്ങളെക്കുറിച്ചും ഒക്കെയുള്ള ഒരു ആമുഖം ഇപ്പോൾ തന്നെ പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ ബാക്കിയുള്ള ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകളുമായിട്ട് നമുക്ക് ഇനിയും കാണാം. അതുപോലെ തന്നെ ലൈവ് നിങ്ങൾ മറക്കാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. നിങ്ങൾ നമുക്ക് ഒരുപാട് പഠിക്കാൻ പറ്റാത്തൊക്കെ കുട്ടികൾ ഉണ്ടായിരിക്കും, അവരിലേക്കൊക്കെ എത്തട്ടെ. അപ്പം എല്ലാവർക്കും ഉപകാരപ്രദമായി ഈ ഒരു വീഡിയോ എന്ന് മിസ് വിചാരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. നമുക്ക് ഇനിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ഗൈസ്.